കാത്തടിച്ചിട്ട് നീ ഞെളിഞ്ഞു നടക്കുകയാണല്ലോടി. നിനക്കുള്ള പണി വരുന്നുണ്ടടി. ഇതെന്താ നിങ്ങൾ മുണ്ടൊക്കെ ആയിട്ട്? ഈ മുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയിലാണോ? ഈ മുണ്ട് ആരുടെയാണെന്ന് ഇത് കിട്ടിയ നിങ്ങൾക്കല്ലേ അറിയൂ. ഇവിടെ പാതിരാത്രി ചിലരെ കാണാൻ നുഴഞ്ഞു കയറുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ വന്ന് ചാടിപ്പോയ വഴിക്ക് അബദ്ധത്തിലഴിഞ്ഞ് വീണതാണോ ഈ മുണ്ട്? പാതിരാത്രിയിൽ ഇവിടെ ഓരോരുത്തർ ആരെ കാണാനാ വരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആരും വലിയ നിഷ്കളങ്കയൊന്നും ആവണ്ട. അതിപ്പോ ആരെ കാണാനാ വരുന്നെന്ന് നിങ്ങൾ പറയണമെന്നില്ല. എല്ലാം ഈ മുണ്ട് പറഞ്ഞോളൂ. നിനക്കൊക്കെ എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടും, അതും പൊക്കി പിടിച്ചോണ്ട് നടക്കുക. ഇതെവിടെന്ന് കിട്ടി, ആർക്ക് കിട്ടി, ആരുടെ മുണ്ട് എന്നൊക്കെ നിങ്ങൾ തന്നെ പറയേണ്ടി വരും. അപ്പോ നിങ്ങൾക്ക് ഈ മുണ്ട് ഒരു പരിചയമില്ലല്ലോ, ഉണ്ടോ? ഐസക്കിന്റെ മുണ്ട്. എന്റെ ഈശോ, ഈ മുണ്ട് എങ്ങനെ പിള്ളേരുടെ കയ്യിൽ വന്നു? എന്താ പിള്ളേരെ പ്രശ്നം? ഈ മുണ്ടാണ് പ്രശ്നം. ഇതാരുടെ മുണ്ടാ? നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയതാ? ഞങ്ങൾ എന്തിനാ മുണ്ട് മേടിക്കുന്നേ? ഇത് ഇന്നലെ രാത്രി ഇവിടെ നുഴഞ്ഞു കയറി ഒരുത്തന്റെ മുണ്ട. ഈ മുണ്ട് ഒരു തൊണ്ടിയാ. ഈ തൊണ്ടി ഉപയോഗിച്ച് ഇത് ഉപേക്ഷിച്ചു പോയവനെ പിടികൂടും. അതോടെ അവൻ എന്തിനു വന്നു, ആരെ കാണാൻ വന്നു എന്നുള്ളതെല്ലാം തെളിയും. അത് തെളിയണം, എന്നാലേ നിന്റെയൊക്കെ ഡബിൾ പ്ലേ പുറത്തു വരും. ഡബിൾ പ്ലേ കളിക്കുന്നതേ നിങ്ങളാ. ശ്യാമളനും അശോകനും ഇവിടെ നുഴഞ്ഞു കയറിയപ്പോ ഞങ്ങള് കണ്ടതല്ലേ. നിന്റെയൊക്കെ ഡബിൾ പ്ലേ ഞങ്ങൾ കണ്ടതാ. നിങ്ങൾ സ്വയം വെള്ളപൂശല്ലേ? എല്ലാം ഞങ്ങൾക്കറിയാം. നിനക്ക് എന്തറിയടി, പറയടി. വലിയ ഉശിരൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട, കാണിച്ചാ അറിയാലോ. ഇവിടെ എന്താ പ്രശ്നം? രാവിലെ തന്നെ തുടങ്ങിയോ വഴക്ക്? ഇതെന്താ? ഇതൊരു മുണ്ടാ മാഡം. ഇത് പിള്ളേർക്ക് കിട്ടിയതാ. പിള്ളേരെ, നിങ്ങൾക്ക് എന്തിനേയും മുണ്ട് ഇങ്ങ് തന്നേരെ, ഞാൻ എടുത്തോളാം. അങ്ങനൊന്നും തരാനൊന്നും പറ്റത്തില്ല. ഇത് ആരുടെയാന്ന് അറിയണ്ടേ? ഇതാരുടെയാ? ഇതെങ്ങനെ നിങ്ങക്ക് കിട്ടി? ഇവിടെ ഇന്നലെ ഒരുത്തൻ ഒളിച്ചു കയറി, അവന്റെ മുണ്ടാ ഇത്. ഇവിടെ ഒളിച്ചു കയറിയവന്റെ മുണ്ടാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അകത്ത് കയറിയവൻ മുണ്ട് ഉപേക്ഷിച്ച് ഓടുന്നത് ആരാ കണ്ടത്? ആരവാ കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, കുഴപ്പമാവൂലോ. ഐസക്കിനെ കൂടാതെ വേറൊരുത്തനും കൂടി ഇവിടെ കേറിയെന്ന് പറഞ്ഞാ എനിക്കും ഐസക്കിനും പ്രശ്നമാവൂലോ. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. മുണ്ട് എവിടെന്നോ വാങ്ങിക്കൊണ്ട് വന്നിട്ടേ മറ്റുള്ളവരെ സംശയത്തിന്റെ നിഴല് നിർത്തുക ഇവര്. ഈ മുണ്ട് നിങ്ങൾ വാങ്ങിയതാണോ അതോ ഇവിടുന്ന് വീണ് കിട്ടിയതാണോ? ഞങ്ങൾക്കിത് മെസ്സിന്റെ പുറവശത്തുനിന്ന് കിട്ടിയതാ മാം. കുഴപ്പമായില്ല. ഒരു ഗ്രൂപ്പിന് ഒരു ദിവസം ആണുങ്ങളുടെ പേഴ്സ് കിട്ടുന്നു, മറ്റൊരു ഗ്രൂപ്പിന് മുണ്ട് കിട്ടുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? എന്താ നടക്കുന്നേ? അതാണല്ലോ തെളിയിക്കേണ്ടത്. ഇന്നത് തെളിയിച്ചിട്ട് തന്നെ കാര്യം. ആ മുണ്ടിങ് കൊണ്ടുവരൂ. ഇതിന്റെ ആളാരാണെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആളാരാണെന്ന് തെളിയട്ടെ, ഞങ്ങൾക്കും അത് അറിയണമല്ലോ. ബോഡി ഓ, ഒരു മുണ്ടിലൊക്കെ എന്തിരിക്കുന്നു? ഒരുത്തൻ ഇവിടെ വന്ന് മുണ്ട് ഉപേക്ഷിച്ച് പോയെന്ന് കരുതി ആളിനെ എങ്ങനെ തിരിച്ചറിയാനാ? അതൊന്നും നടക്കുന്നു തോന്നല്ല. അതിനൊക്കെ വഴിയുണ്ട് ചേട്ടത്തി. എന്തു വഴി? അതോ, ആ മുണ്ട് പോലീസിന്റെ കയ്യിൽ എത്തുന്നതോടെ പോലീസ് നായ വന്ന് മണം പിടിച്ച ആളെ കണ്ടെത്തും. വാ. പോലീസ് നയം മണം പിടിച്ച് ഐസക്കിനെ പിടിക്കോ? എന്റെ ഈശോയെ. മന്ദുവാണല്ലേ? ഇന്ന് രാത്രി ഹോസ്റ്റൽ ചെല്ലാൻ വേണ്ടി വിളിക്കുകയായിരിക്കും. മന്ദു, ഐസക്കെ, നിങ്ങളുടെ മുണ്ട്. മുണ്ട് തിരിച്ചു കിട്ടിയാ? എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് വരാം. അയ്യോ, ഇങ്ങോട്ട് വരല്ലേ. ഐസക്കിന്റെ മുണ്ട് തൊണ്ടിയായിട്ട് റീന മാഡത്തിന്റെ കൈ കിട്ടിയിട്ടുണ്ട്. അന്ന് പേഴ്സ് അടിച്ചു മാറ്റിയ പോലെ ഈ മുണ്ടും കൂടെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അതൊന്നും ഇനി നടക്കില്ല.
ഐസക്കിന്റെ മുണ്ട് പോലീസിന്റെ കയ്യിൽ കിട്ടിയാലേ ആകെ പ്രശ്നവും. ഏ? പോലീസ് നായ മണം പിടിച്ചു വന്ന് ഐസക്കിനെ പൊക്കും. എന്നെ പോലീസ് പിടിക്കൂ? പോലീസ് പിടിക്കാതിരിക്കാനുള്ള വഴി പറഞ്ഞു തരാനാ ഞാനിപ്പോ വിളിച്ചത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ഒന്ന് ഒളിച്ചിരിക്കാം. അപ്പൊ പോലീസ് സംശയിക്കില്ലല്ലോ. ഓഫ്, കുറച്ചു നാളത്തേക്ക് ഈ ഏരിയയിലേക്ക് ഐസക്ക് വന്നേക്കരുത്. എങ്ങോട്ടെങ്കിലും പോയി ഓടി ഒളിച്ചോ, അല്ലെങ്കിൽ പോലീസ് ഐസക്കിനെ പൊക്കും. മൊത്തം പ്രശ്നവും. ഞാൻ ഇനിയിപ്പൊ എവിടെ പോയി ഒളിക്കാനാണ്? തൽക്കാലേ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ഒരാഴ്ച താമസിക്കേ. ധ്യാന കേന്ദ്രത്തിലോ? ഞാൻ അവിടെ എങ്ങനെ പോകാനാ? ഞാൻ വിളിക്കുമ്പോ മാത്രം പുറത്തിറങ്ങിയാ മതി. ശരി, ഞാൻ വിളിക്കാം.